മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. റിസർവ് ബാങ്കിന്റെ വായ്പ നയമായിരുന്നു പൊതുവെ വിപണി ഉറ്റുനോക്കിയിരുന്നത്. ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന ഹ്രസ്വകാല വായ്പയുടെ പലിശ നിരക്കായ റീപ്പോ അത് 0.5% കുറച്ചുകൊണ്ടുള്ള വാർത്തയാണ് വന്നത്. ഏതായാലും വിപണിയെ ഇത് എങ്ങനെ സ്വാധീനിക്കുമെന്നും വരുന്ന ആഴ്ചകൾ എങ്ങനെ പോകുമെന്നും നമുക്ക് നോക്കാം. ഹെഡ്ജ് ഇക്വിറ്റീസ് സിഇഒ എൻ ഭുവനേന്ദ്രൻ ചേരുന്നു. ശ്രീ ഭുവനേന്ദ്രൻ, മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ ആഴ്ച കാണുന്നത്. എങ്ങനെയായിരിക്കാം വരുന്ന ആഴ്ചകൾ? ഇപ്പോഴത്തെ RBIയുടെ പോളിസിയിലായിരുന്നു മാർക്കറ്റിന്റെ വലിയൊരു പ്രതീക്ഷ. 25 ബേസിസ് പോയിന്റ് ആണ് കുറഞ്ഞത്. CRR ക്യാഷ് റിസർവ് റേഷ്യോയിൽ കാര്യമായുള്ള മാറ്റങ്ങൾ സംഭവിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയാനുള്ള സാധ്യത കുറവാണ്. ഇന്ന് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനികൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് ഗ്രോത്ത് ഇല്ല എന്നുള്ളതാണ്. അതിന്റെ ഒരു പ്രധാന റീസൺ ഈ ഇൻട്രസ്റ്റ് തന്നെയാണ്. പല കമ്പനികളും വളരെയധികം ഡെറ്റുള്ള കമ്പനികളെ സംബന്ധിച്ച് ഈ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ബേർഡൻ തന്നെയാണ്. എന്തുകൊണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇങ്ങനെ ഒരു മെഷേഴ്സ് എടുത്തു എന്ന് മനസ്സിലാകുന്നില്ല. കാരണം ഒരു ഭാഗത്ത് സെൻട്രൽ മിനിസ്ട്രി റിഫോംസുമായിട്ട് മുന്നോട്ട് പോകുന്നു, പുതിയ പോളിസികൾ അനൗൺസ് ചെയ്യുന്ന സമയത്ത് RBI ശരിക്കും സെൻട്രൽ മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. എന്നാൽ അങ്ങനെ ഒരു സപ്പോർട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും വരുന്നില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഖേദകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്തായാലും മാർക്കറ്റ് ഇമ്മീഡിയറ്റ് അതിനോട് അത്രത്തോളം നെഗറ്റീവായി റിയാക്ട് ചെയ്തില്ല എന്നുള്ളത് നമ്മൾക്ക് പോസിറ്റീവായിട്ട് കാണാം. കാരണം മാർക്കറ്റിന്റെ പ്രതീക്ഷ 25 ബേസിസ് പോയിന്റ് തന്നെയായിരുന്നു. ഇപ്പോൾ ഈ മാർക്കറ്റിന്റെ റാലിയുടെ ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് ഒന്ന് ഈ ഫോർത്ത് ക്വാർട്ടർ റിസൾട്ട് തന്നെയാണ്. വളരെ പ്രതീക്ഷ നൽകുന്ന റിസൾട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ആഴ്ച വന്ന റിസൾട്ട് പോലും വളരെ നല്ല റിസൾട്ടാണ് പല കമ്പനികളും അനൗൺസ് ചെയ്തത്. അപ്പോൾ ഇപ്പോഴത്തെ ഈ റാലിയുടെ പ്രധാന റീസൺ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഫണ്ട് ഫ്ലോ തന്നെയാണ്. ഏകദേശം 3000 crore ക്യാഷ് മാർക്കറ്റിൽ FIs ബൈയിങ് സൈഡിലാണ്. കാനറ ബാങ്ക് ഒഴിച്ച്, കാനറ ബാങ്ക് മാർക്കറ്റിന്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ കാനറ ബാങ്കിന്റെ റിസൾട്ടിന് കഴിഞ്ഞില്ല. അതേസമയത്ത് ബാക്കി വന്ന റിസൾട്ടുകളെല്ലാം തന്നെ വളരെ പോസിറ്റീവായിരുന്നു. അതിന്റെ റിഫ്ലക്ഷനാണ് നമ്മൾ സ്റ്റോക്കിലും അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പോൾ 5000 ലെവലിലേക്ക് നമ്മൾ പറഞ്ഞു. 5950, 6000 എന്ന് പറയുന്ന ഒരു മേജർ ഒരു റെസിസ്റ്റൻസ് ഏരിയ തന്നെയാണ്. എന്നാൽ എക്കണോമിക് ഡാറ്റകൾ ഇപ്പോൾ യൂറോപ്യൻ ഗ്ലോബൽ ന്യൂസ് എന്ന് പറയുന്നത് യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് റേറ്റ് കട്ട് കൊണ്ടുവന്നു. അതുപോലെ ജോബ്ലെസ് ക്ലെയിം ബെറ്റർ ആയിരുന്നു US നിന്ന്. അപ്പോൾ ഗ്ലോബൽ ഇക്കണോമിക് ന്യൂസുകൾ പോസിറ്റീവാണ്. അതേസമയത്ത് തന്നെ ഇന്ത്യൻ ഇക്കണോമിക് സിറ്റുവേഷനിലും ഒരു മുന്നേറ്റം കാണുന്നു. ഇതിന്റെ റിഫ്ലക്ഷനാണ് നമ്മളിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും ഒരു കോഷ്യസ് അപ്രോച്ച് 6000 ലെവലിൽ ഒരു കോഷ്യസ് അപ്രോച്ച് ഇൻവെസ്റ്റേഴ്സ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി വരുന്ന സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മൂവ്മെന്റ് വരും ദിവസങ്ങളിൽ ഉണ്ടാകും. ഓരോ റിസൾട്ടിനനുസരിച്ചുള്ള മൂവ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ഷോർട്ട് ടൈം നെക്സ്റ്റ് വീക്ക് ഞാൻ പറഞ്ഞതുപോലെ 5950, 6000 എന്ന് പറയുന്നത് ഒരു റിസ്കി ഏരിയ ആണ്. അതിന് മുകളിൽ ഷോർട്ട് ടൈം ഗെയിനിന് വേണ്ടി ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ അല്ല. അതല്ല എങ്കിൽ വീണ്ടും വളരെ ബെറ്റർ ആയിട്ടുള്ള ഏതെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള അനൗൺസ്മെന്റുകളോ ഡാറ്റകളോ പുറത്തു വരികയാണെങ്കിൽ മാത്രം, കൂടാതെ FISന്റെ വളരെ ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ വരികയാണെങ്കിൽ മാർക്കറ്റ് 6000 ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാൻ സാധ്യതയുള്ളൂ. എന്തു തന്നെയാണെങ്കിലും ഒരു റിസ്കി ഏരിയയിലൂടെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ പ്രോഫിറ്റിലുള്ള പൊസിഷൻസ് ഓൾമോസ്റ്റ് 5500 നിന്നും ഇന്ന് 6000ലേക്ക് മാർക്കറ്റ് നിൽക്കുമ്പോൾ പല സ്റ്റോക്കുകളും 20%-നടുത്താണ് ഗെയിൻ. അപ്പോൾ അതുകൊണ്ട് ആ ലോവർ ലെവൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയപ്പോൾ നമ്മൾ പലപ്പോഴും 3 സ്റ്റേജ് ബൈയിങ്, സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ നിക്ഷേപകരെ സംബന്ധിച്ച് ഇതൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള അവസരമായിട്ട് ഇതിനെ കാണണം. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഒരു ഷോർട്ട് ടൈം ഗെയിനിന് വേണ്ടിയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ അഡ്വൈസബിൾ അല്ല. അതല്ല, ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റിൽ മുകളിലേക്ക് പോകണമെങ്കിൽ സ്ട്രോങ് ഇക്കണോമിക് ഡാറ്റകൾ ആവശ്യമാണ്. ഏകദേശം ഒരു മാസം മുൻപ് തികച്ചും അനിശ്ചിതത്വമായിരുന്ന ഒരു മാർക്കറ്റായിരുന്നു ഇത്. അവിടെ നിന്നും നമ്മൾ നോക്കിയാൽ ഈ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്, ക്രൂഡിന്റെ വില കുറയുന്നു, ഒപ്പം സ്വർണ്ണവില കുറഞ്ഞു, ഇങ്ങോട്ടുള്ള ഇമ്പോർട്ടും സ്വർണ്ണത്തിന്റെ ഇമ്പോർട്ടും കുറഞ്ഞു. ഇതെല്ലാം വന്നതുകൊണ്ട് ഇക്കണോമി സ്ട്രോങ് ആയി തുടങ്ങുന്നു എന്നുള്ള സൂചന, ഇന്ത്യൻ ഇക്കോണമി ശക്തമാണ് എന്നുള്ള ഒരു ശക്തമായ ഒരു സൂചന തന്നെ ലഭിച്ചു. അതിനെ തുടർന്ന് താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ആക്റ്റീവായി വളരെ സജീവമായിട്ട് അവർ ബൈയിങ് വന്നു. ഇതിനെല്ലാം പുറമെ വളരെ വളരെ നിർണായകമായത് വളരെ മുൻപ് തന്നെ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച ഹിന്ദുസ്ഥാൻ യൂണിലിവറിൽ മാതൃകമ്പനിയായ യൂണിലിവർ സ്റ്റേക്ക് വാങ്ങുന്നു, അവരുടെ സ്റ്റേക്ക് കൂട്ടുന്നു. ഇത് കാണിക്കുന്നത് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഇത്തരം കമ്പനികൾ ഇന്ത്യയെ എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതിന്റെ ശക്തമായ ഒരു സൂചനയാണ്. പക്ഷേ അപ്പോഴും
ഇനി അങ്ങോട്ട് മുന്നോട്ട് നോക്കുമ്പോൾ ഇനി വലിയൊരു ബോട്ടിലിനൊക്കെയായി നമുക്ക് മുന്നിലുള്ളത് ഇലക്ഷനാണ്. ഇലക്ഷന് ശേഷം ഒരു ഫ്രാക്ചേർഡ് മാൻഡേറ്റ്, ഒരു കൃത്യമായ ഒരു ഭൂരിപക്ഷം ആർക്കും കിട്ടാതെ വന്നാൽ വീണ്ടും വിപണി ബാക്ക് ടു സീറോ അങ്ങനെ പോകാനുള്ള സാധ്യതയുണ്ടോ? ഇവിടെ ഒന്ന് ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ കാര്യം നമ്മൾ പറയുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ പോപ്പുലേഷൻ തന്നെയാണ് ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ആ ഒരു പോപ്പുലേഷൻ, ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് ഇന്ത്യ എന്ന് പറയുന്നത്. എന്ത് പ്രൊഡക്റ്റും കൺസ്യൂം ചെയ്യാൻ പറ്റും. അത് ഹിന്ദുസ്ഥാൻ യൂണിലിവർ മനസ്സിലാക്കി വളരെ ശക്തമായ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ, ഇത് തന്നെയാണ് ഇവരുടെ പ്രോഫിറ്റബിലിറ്റി കൂടാനുള്ള ഒരു കാരണം. രണ്ടാമത് സനൽ പറഞ്ഞ ഒന്ന്, ഗോൾഡിന്റെ പ്രൈസ് കുറയുന്നു, ക്രൂഡ് ഓയിൽ പ്രൈസ് കുറയുന്നു, കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് കുറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. ഇത് തന്നെയാണ് FISനെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് അട്രാക്ട് ചെയ്തു. അതുപോലെ ചിദംബരം എടുത്ത മെഷേഴ്സ്, ഈ 3 റീസൺ ആണ് ഇമ്മീഡിയറ്റ് ഇപ്പോഴത്തെ രീതിയിൽ 5500 നിന്ന് നിഫ്റ്റി ഈ 6000 ലെവലിലേക്ക് വരാനുള്ള പ്രധാന റീസൺ FISന്റെ ഫ്ലോയാണ്. ആ ഫ്ലോയുടെ റീസൺ എന്ന് പറയുന്നത് ഈ ക്രൂഡ് ഓയിലിന്റെയും ഗോൾഡിന്റെയും പ്രൈസ് കുറഞ്ഞത് തന്നെ ചിദംബരം എടുത്ത മെഷേഴ്സ് തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും ഒരു പോസിറ്റീവ് സോണിൽ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ഏക നെഗറ്റീവ് എന്ന് പറയുന്നത് ഈ പൊളിറ്റിക്കലായി നിൽക്കുന്ന അൺസർട്ടനിറ്റി തന്നെയാണ്. അപ്പോൾ ഇമ്മീഡിയറ്റ് ഒരു ഇലക്ഷൻ വരാനുള്ള സാധ്യത കുറവാണെന്നുള്ള ഒരു വിലയിരുത്തലാണ് അതുകൂടി ഈ റാലിക്ക് ഒരു പ്രധാന കാരണമായി. അടുത്ത ഇലക്ഷന് മുമ്പ് എനിക്ക് തോന്നുന്നു ഇലക്ഷൻ ഇനിയും ഒരു വർഷം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഇലക്ഷന് മുമ്പ് മാർക്കറ്റിൽ ശക്തമായിട്ടുള്ള ഒരു റൈഡ് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ഡിസംബറിൽ ഈ വർഷത്തെ ഒരു മാർക്കറ്റിന്റെ മൂവ്മെന്റ് 6800ലേക്ക് നിഫ്റ്റി പോകാനുള്ള സാധ്യതയാണ് ഞാൻ കൂടുതലും കാണുന്നത്. കാരണം ഇലക്ഷൻ നേരത്തെ വരികയാണെങ്കിൽ അതിനുള്ള സാധ്യത കുറവാണ്. എന്ത് തന്നെയാണെങ്കിലും എനിക്ക് തോന്നുന്നു അടുത്ത 2014 മാർച്ചോടുകൂടി ഇലക്ഷൻ വരാനുള്ള സാധ്യതയുള്ളൂ. എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നു ആ ഒരു സമയത്തേക്കാണ്. അപ്പോൾ അതിനു മുമ്പ് ചിദംബരം ഇക്കണോമിയെ ബൂസ്റ്റ് ചെയ്യാനുള്ള പല മെഷേഴ്സും എടുക്കും. ആ മെഷേഴ്സ് കൂടുതലായിട്ട് ഫോറിൻ ഫണ്ട് ഇന്ത്യയിലേക്ക് അട്രാക്ട് ചെയ്യും. അതിൽ ഗ്ലോബൽ സിറ്റുവേഷനിലും പോസിറ്റീവായ പല മാറ്റങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ചൈനയിൽ മാത്രമാണ് ചെറിയ ഇക്കണോമിക് സ്ലോ ഡൗൺ ഉള്ളത്. പക്ഷെ അതും ചൈനയുടെ ഈ സ്ലോ ഡൗൺ എന്ന് പറയുന്നത് നമ്മൾ അത്രത്തോളം ക്ലാരിറ്റി ഇല്ലാത്തൊരു എക്കണോമിയാണ്. ഈ വർഷം മുഴുവനും ചൈന വളരെ മോശമായിട്ടുള്ള ഡാറ്റ പുറത്തുവിടും എന്നാണ് പറയപ്പെടുന്നത്. അതും ചിലപ്പോൾ അവരുടെ ഒരു തന്ത്രമായി നമുക്ക് വേണമെങ്കിൽ കാണാം. ചൈന ചിലപ്പോൾ ശക്തമായിട്ട് തിരിച്ചു വരാം. അതൊക്കെ തന്നെ ഏഷ്യയിലും ഗ്ലോബലി തന്നെ ഇന്ത്യൻ മാർക്കറ്റിലും വളരെ ശക്തമായിട്ടുള്ള തിരിച്ചുവരവിനുള്ള സാധ്യതയാണ് കാണുന്നത്. പക്ഷേ ഇലക്ഷന് ശേഷം ഒരു മെജോറിറ്റി ഇല്ലാത്ത ഒരു സ്റ്റേജിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ സനൽ നേരത്തെ പറഞ്ഞ രീതിയിൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പോഴേ അതിനുവേണ്ടി തയ്യാറെടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളുടെ മുന്നിൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഓരോ സെക്കൻഡും മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അടുത്ത ഒരു വർഷത്തിന് വേണ്ടി ഇന്നേ നമ്മൾ അതൊരു തയ്യാറെടുപ്പ് നടത്തേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. പ്രതാപ് ചന്ദ്രൻ, അദ്ദേഹത്തിന്റെ ചോദ്യം, ഇപ്പോൾ അദ്ദേഹം ലാഭത്തിലാണ്. മാർക്കറ്റ് വാച്ച് പറഞ്ഞതനുസരിച്ച് വാങ്ങിയ ഓഹരികളാണ്, പ്രത്യേകിച്ചും മാരുതി, അംബുജ സിമെന്റ്, BHEL, IDFC, അബ്ബാൻ ഓഫ്ഷോർ, ഹാവൽസ്, കോട്ടക് മഹീന്ദ്ര. ഇതിൽ ഈ സമയത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാമോ എന്നാണ് ചോദിക്കുന്നത്. കൂടുതൽ ഓഹരികൾ വാങ്ങണോ എന്ന ചോദ്യമുണ്ട്. ഇതിൽ ഓഹരി ഇപ്പോഴത്തെ നിലയിൽ ഒരു ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ. അതിൽ അബാൻ ഓഫ്ഷോർ മാത്രമാണ് ഫണ്ടമെന്റലി സൗണ്ട് അല്ലാത്തതും ഇപ്പോഴത്തെ രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ അല്ലാത്തൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് അബാൻ ഓഫ്ഷോർ മാത്രമാണ്. കുറച്ച് മോശം സ്റ്റോക്ക് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ദെൻ ടാറ്റ സ്റ്റീൽ ഇപ്പോഴത്തെ രീതിയിൽ നമ്മൾ ലാസ്റ്റ് വീക്ക് ഒരു കോഷ്യസ് അപ്രോച്ച്, ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ അല്ല, റാലിയിൽ എക്സിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. ഇപ്പോഴും ടാറ്റ സ്റ്റീൽ ഇപ്പോഴും ഒരു സെല്ലിംഗ് സൈഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഷോർട്ട് ടൈം ഗെയിനിന് വേണ്ടി ടാറ്റ സ്റ്റീലിലും ഫർദർ ഇൻവെസ്റ്റ്മെന്റ് ഫോർ ടൈം ബീങ് അഡ്വൈസബിൾ അല്ല. ദെൻ മാരുതി എനിക്കൊന്നൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലിലേക്കാണ് മാരുതി മൂവ് ചെയ്യുന്നത്. 1820 വരെ പോകാനുള്ള സ്ട്രെങ്ത് ഉണ്ട്. മാർക്കറ്റിൽ ഈ ഒരു പോസിറ്റീവ് മൊമെന്റം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ മാരുതിയിൽ വീണ്ടും ഫർദർ അപ്പ് മൂവ് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ അത് അദ്ദേഹം പ്രോഫിറ്റിലാണ്. 1800 ലെവലിലേക്ക്, ഈവൻ 750 to 1800 എന്ന് പറയുന്ന ലെവൽ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂലാണെങ്കിലും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂലാണെങ്കിലും മാരുതിയിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അഡ്വൈസബിൾ ആണ്. അടുത്തൊരു സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 1560 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു സപ്പോർട്ട്. ദെൻ അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 1440. അത് വരണമെങ്കിൽ മാർക്കറ്റിൽ വീണ്ടും ഷാർപ്പായിട്ടുള്ള കറക്ഷൻ വരികയാണെങ്കിൽ മാത്രം. മാരുതി തീർച്ചയായിട്ടും ഒരു ലോങ് ടൈം ബെറ്റ് തന്നെയാണ്. മാർക്കറ്റിലുണ്ടാകുന്ന ഓരോ കറക്ഷനും ഈ മാരുതിയിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. സേഫ് ആയിട്ടുള്ള ഒരു ഓട്ടോമൊബൈൽ കമ്പനി തന്നെയാണ്. ദെൻ അംബുജ സിമെന്റ് ആണ്. അംബുജ സിമെന്റ് ലോങ് ടൈം വ്യൂവിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. 180 and 174 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 210 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ആ ഒരു ലെവൽ അദ്ദേഹം പ്രോഫിറ്റ് ബുക്കിംഗ് അഡ്വൈസബിൾ ആണ്. ദെൻ BHEL അഗൈൻ 180 and 162 ഈ രണ്ട് സപ്പോർട്ട് ലെവലാണ്. കുറച്ചുകൂടെ പേഷ്യൻസ് കാണിച്ചതിന് ശേഷം ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതായിരിക്കും നല്ലത്. തീർച്ചയായിട്ടും ഒരു ലോങ് ടൈം സ്റ്റോറി തന്നെയാണ് BHEL. സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. വാല്യുവേഷൻ വളരെ ഫെയർ ആണ്. 220 ആണ് ഒരു മേജർ റെസിസ്റ്റൻസ്. ആ ഒരു ലെവൽ അദ്ദേഹം എക്സിറ്റ് പോയിന്റ് ആയിട്ട് പരിഗണിക്കാം. ദെൻ IDFC ആണ്. IDFC
എനിക്ക് തോന്നുന്നു 164 ലെവൽ വരികയാണെങ്കിൽ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ അതൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലാണ്. ദെൻ അതിനുശേഷം ഒരു റീ എൻട്രി എന്ന് പറയുന്നത് മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു കറക്ഷൻ വന്നതിന് ശേഷം 146 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന സപ്പോർട്ട്. ദെൻ 132 ലെവൽ സേഫ് ആയിട്ടുള്ള ഒരു എൻട്രി പോയിന്റ് തന്നെയാണ്. ഫോർ ടൈം ബീങ് 164 ഒരു സെല്ലിംഗ് പോയിന്റ് തന്നെയാണ്. ദെൻ അബാൻ ഓഫ് ഷോർ 290, 260 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 350 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. എനിക്ക് തോന്നുന്നു തൽക്കാലം ഈ അബാൻ ഓഫ് ഷോറിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. ചിലപ്പോൾ മൂവ്മെന്റ് ഉണ്ടാകാം, പക്ഷേ ഫണ്ടമെന്റലി അത്രത്തോളം സൗണ്ട് അല്ല. ദെൻ ഹാവൽസ് ആണ്, ഫണ്ടമെന്റലി സൗണ്ട് ആണ്. 640 ആൻഡ് 600 രണ്ട് സപ്പോർട്ടാണ് സ്റ്റോക്കിൽ. 754 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. ഓരോ കറക്ഷനും ഈ സ്റ്റോക്ക് പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. ദെൻ കോട്ടക് മഹീന്ദ്ര ബാങ്ക് ആണ്, വളരെ നല്ല റിസൾട്ട് അനൗൺസ് ചെയ്തു. അതിന്റെ റിഫ്ലക്ഷൻ ആ സ്റ്റോക്കിൽ നമ്മൾ കണ്ടു. എനിക്ക് തോന്നുന്നു ഒരു 4 മാസം മുമ്പ് ഈ സ്റ്റോക്ക് മാർക്കറ്റ് വാച്ചിൽ റെക്കമെൻഡ് ചെയ്താണ്. ഒരു ലോങ് ടൈം സ്റ്റോറി തന്നെയാണ് കോട്ടക് മഹീന്ദ്ര എന്ന് പറയുന്നത്. പ്രൈവറ്റ് സെക്ടർ ബാങ്കിലെ വളരെ നല്ല മാനേജ്മെന്റുള്ള വളരെ നല്ല റിസൾട്ട് എവറി ക്വാർട്ടർ അനൗൺസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ബാങ്കിങ് സ്റ്റോക്കാണ്. 700 ആൻഡ് 670 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 812 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഒരു ലോങ് ടൈം ഒരു ബെറ്റ് തന്നെയാണ് കോട്ടക് മഹീന്ദ്ര. ഓരോ കറക്ഷനിലും ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. ദെൻ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര സെയിം കാറ്റഗറി വരുന്ന ഒരു സ്റ്റോക്കാണ്. ഓരോ കറക്ഷൻ വരുന്തോറും ഇന്ത്യയിലെ തന്നെ ഒരു മേജർ ഓട്ടോമൊബൈൽ കമ്പനിയാണ്. എല്ലാ സെഗ്മെന്റിലും ശക്തമായിട്ടുള്ള സാന്നിധ്യമുള്ള ഒരു ഓട്ടോമൊബൈൽ കമ്പനിയാണ്. ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. 890 ആൻഡ് 840, 670, 650 ലെവലിലൊക്കെ തന്നെ മാർക്കറ്റ് വാച്ച് വളരെ ശക്തമായിട്ടുള്ള റെക്കമെൻഡേഷൻസ് കൊടുത്ത ഒരു ഓട്ടോമൊബൈൽ കമ്പനിയായിരുന്നു. ഇപ്പോഴത്തെ രീതിയിൽ അടുത്തൊരു കറക്ഷന് വേണ്ടി ഫ്രഷ് ഇൻവെസ്റ്റ്മെന്റ് ഇമ്മീഡിയറ്റ് ഒരു ഫ്രഷ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ അല്ല. അടുത്തൊരു കറക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക. കറക്ഷന് ശേഷം ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. 974 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. അതൊരു സെല്ലിംഗ് പോയിന്റ് ആണ്. സെല്ലിംഗ് പോയിന്റ് മീൻസ് ലോവർ ലെവൽ ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്ററെ സംബന്ധിച്ച് അതൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലായിട്ട് കൺസിഡർ ചെയ്യാം. ഇദ്ദേഹത്തിന് തീർച്ചയായിട്ടും ആ ഒരു ലെവൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അഡ്വൈസബിൾ ആണ്. ദെൻ ടാറ്റ സ്റ്റീലാണ് 294 ആൻഡ് 281. ഒരു സേഫർ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് 281 ലെവലാണ്. മെറ്റൽ സെക്ടറിൽ ഒരു കറക്ഷനുള്ള സാധ്യതയുണ്ട്. അതേസമയത്ത് ലോങ് ടൈം ഒരു സ്റ്റോറി തന്നെയാണ് ടാറ്റ സ്റ്റീൽ. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ നിക്ഷേപകരെ സംബന്ധിച്ച് ആ ഇൻവെസ്റ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യുക. ഫർദർ ഇൻവെസ്റ്റ്മെന്റ് 281 ലെവലിലേക്ക് വരികയാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. 324 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഷോർട്ട് ടൈം പോയിന്റ് ഓഫിൽ പോലും ഈ ഒരു എക്സിറ്റ് പോയിന്റ് ആയിട്ട് പരിഗണിക്കാം. മെറ്റൽ സെക്ടറൊക്കെ തന്നെ ഗ്ലോബൽ ന്യൂസുകൾ ഈ സ്റ്റോക്കുകളെയൊക്കെ തന്നെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പം ന്യൂസുകളൊക്കെ തന്നെ വളരെ നന്നായി സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രമാണ് സെല്ലിംഗ് അതുപോലെ തന്നെ ബൈയിങ് ഈ മെറ്റൽ സെക്ടറുകൾ അഡ്വൈസബിൾ ആയിട്ടുള്ളൂ. ദെൻ ഹിൻഡാൽകോയാണ്. ഹിൻഡാൽകോയെ ഒരു മെറ്റൽ സെക്ടർ തന്നെയാണ്. ആ സ്റ്റോക്കിലും ഇൻവെസ്റ്റ്മെന്റ് 90 ആൻഡ് 82 വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ വരികയാണെങ്കിൽ വരാം. ഇപ്പോഴത്തെ കറന്റ് വാല്യൂ എന്ന് പറയുന്നത് കുറച്ചൊരു ഹയർ വാല്യൂവിലാണ്. അതുകൊണ്ട് ഒരു പേഷ്യൻസ് കാണിക്കുക. കറക്ഷന് ശേഷം ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആയിട്ടുള്ളൂ. 104 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. അതൊരു മൈനർ റെസിസ്റ്റൻസ് ആണ്. ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്താൽ 110 ലെവൽ വരെ പോകാനുള്ള സ്ട്രെങ്ത് ഹിൻഡാൽകോയ്ക്കുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു റൈഡിൽ ആ ഒരു ലെവൽ പോകാനുള്ള സാധ്യത കുറവാണ്. നമുക്ക് മറ്റൊരു സംശയം, ഇപ്പോൾ പലരും മെറ്റൽ ഓഹരികളിലാണ് അല്ലെങ്കിൽ പലരും അവോയ്ഡ് സിഗ്നൽ നൽകുന്ന 1-2 ഓഹരികളുണ്ട്. അതായത് പ്രത്യേകിച്ചും സ്റ്റെർലൈറ്റ് ഇൻഡസ്ട്രീസ് രാജ്യത്തെ ഏറ്റവും വലിയ കോപ്പർ കമ്പനികളിലൊന്നാണ്. അനിൽ അഗർവാളിന്റെ വേദാന്ത ഗ്രൂപ്പിന്റെ കീഴിലുള്ള കമ്പനി. പക്ഷേ ഇതിന് തന്നെ മറുവാദവുമുണ്ട്. കാരണം പാരിസ്ഥിതിക അനുമതി പ്രശ്നങ്ങളിൽ കിടന്ന് ഉഴലുകയാണ് ഈ സ്റ്റെർലൈറ്റ് അല്ലെങ്കിൽ ഇരുമ്പയർ കമ്പനിയായ അദ്ദേഹത്തിന്റെ തന്നെ സെസാഗോവ ഇങ്ങനെയുള്ള കമ്പനികൾ. പക്ഷേ ഇനി അങ്ങോട്ട് നോക്കുമ്പോൾ ഇത്തരം കമ്പനികൾക്ക് അനുമതി ഭാഗികമായിട്ടെങ്കിലും നിഷേധിക്കപ്പെട്ടാൽ പോലും പുതിയ കമ്പനികൾക്ക് ഇനിയൊരു അനുവാദം കൊടുക്കുക സാധ്യമല്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇത്തവണ നല്ല റിസൾട്ടാണ്. ഏകദേശം 1925 കോടി രൂപയുടെ ലാഭവും സ്റ്റെർലൈറ്റ് കാഴ്ചവെക്കുകയും ചെയ്തു. തൂത്തുക്കുടി പ്ലാന്റ് അവരുടെ അടച്ചു, സ്മെൽറ്റർ പ്ലാന്റ്. ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഒറീസയിലെ ന്യാംഗിരി കുന്നുകളിൽ ഖനനം നടത്താനുള്ള അനുമതി അത് പ്രശ്നം. എങ്കിൽ പോലും പുതിയ കമ്പനികളുടെ അഭാവത്തിൽ ഈ കമ്പനികൾ നല്ല ലാഭം അവരുടെ ബാക്കിയുള്ള കമ്പനികളിൽ നല്ല റിസർവും മറ്റും കിട്ടുന്നത് കൊണ്ട് ഈ കമ്പനികളിൽ വലിയ ശക്തമായൊരു ബൗൺസിന് സാധ്യതയുണ്ട് എന്ന തരത്തിലൊരു പ്രചാരണം ചില അനലിസ്റ്റുകളെങ്കിലും പറയുന്നുണ്ട്. അതിനെ എങ്ങനെ കാണും? ഓക്കെ സനൽ, ഇത് ഒരു ഇന്ത്യൻ എക്കണോമിക് സിറ്റുവേഷനെ മാത്രം അനലൈസ് ചെയ്തുകൊണ്ട് ഈ സ്റ്റോക്കിന്റെ മൂവ്മെന്റ് നമുക്ക് അനലൈസ് ചെയ്യാം. ഗ്ലോബലി ഉണ്ടായിരിക്കുന്ന ഡിമാൻഡ്, അപ്പോൾ മെറ്റൽ സെക്ടറിലൊക്കെ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഗ്ലോബൽ ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ പ്രധാനമായിട്ടും മെറ്റൽ സെക്ടറിൽ ഈ ഡൗൺ വരാനുള്ള റീസൺ ചൈനീസ് എക്കണോമിയിൽ ഉണ്ടായിരിക്കുന്ന സ്ലോ ഡൗൺ തന്നെയാണ്. അപ്പോൾ അതിനൊരു മാറ്റം സംഭവിക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കുകളൊക്കെ തന്നെ ശക്തമായിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഫോർ ടൈം ബീയിങ് ഈ ഒരു കറക്ഷൻ എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും ഇൻവെസ്റ്റ്മെന്റ് വേണ്ട എന്നല്ല പറയുന്നത്. അടുത്തൊരു തീർച്ചയായിട്ടും സ്റ്റെർലൈറ്റും ടാറ്റ സ്റ്റീലും ഹിൻഡാൽകോയും ഒക്കെ തന്നെ അടുത്തൊരു മൾട്ടി ബാഗർ തന്നെയാണ്. ഷോർട്ട് ടൈം ഈ സ്റ്റോക്കിൽ ഒരു നെഗറ്റീവ് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത കറക്ഷൻ വരുമ്പോൾ വാല്യുവേഷൻ ഫെയർ ആവുമ്പോൾ
ഫർദർ ഇൻവെസ്റ്റ്മെന്റ് ഈ സ്റ്റോക്കിലൊക്കെ തന്നെ അഡ്വൈസബിൾ ആണ്. അത് ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കുക. പലരും ഹോൾഡ് ചെയ്യുന്ന സ്റ്റെർലൈറ്റും ഹിൻഡാൽകോയും ടാറ്റാ സ്റ്റീലൊക്കെ തന്നെ മാർക്കറ്റ് വാച്ച് ഒക്കെ തന്നെ പലപ്പോഴും റെക്കമെൻഡ് ചെയ്തതാണ്. എല്ലാ അനലിസ്റ്റുകളും റെക്കമെൻഡ് ചെയ്യുന്ന സ്റ്റോക്കാണ്. ഇപ്പോഴത്തെ രീതിയിൽ ഫർദർ ഇൻവെസ്റ്റ്മെന്റ് അടുത്തൊരു കറക്ഷന് ശേഷം ആ ഒരു സെക്ടറിൽ മുഴുവൻ ഒരു നെഗറ്റീവ് നിലനിൽക്കുന്നു. അതുകൊണ്ട് അടുത്തൊരു കറക്ഷനുള്ള സാധ്യതയാണ് വിലയിരുത്തുന്നത്. അപ്പോൾ ആ കറക്ഷൻ സംഭവിക്കുമ്പോൾ ഇതിന്റെ വാല്യുവേഷൻ ഫെയർ വാല്യൂയിലേക്ക് വരും. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മാസത്തേക്കോ അല്ലെങ്കിൽ 2 മാസത്തേക്കോ ഒരു 6 monthsനോ ഉള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ല. അതൊരു ലോങ് ടൈം സ്റ്റോറിയാണ്. അപ്പോൾ കറക്ഷൻ സംഭവിക്കുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുക. ഈ മെറ്റൽ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന് അല്ലെങ്കിൽ ലോകത്തിന് മുഴുവനും ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് അതിന്റെ ഡിമാൻഡ് ഒരിക്കലും കുറയാനും പോകുന്നില്ല. ഇതൊക്കെ ഒരു ഷോർട്ട് ടൈം ഇമ്പാക്ട് മാത്രമേ ഈ സ്റ്റോക്കിൽ ക്രിയേറ്റ് ചെയ്യുകയുള്ളൂ. വളരെ നല്ല റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്നു. ഒരു ലോങ് ടൈം സ്റ്റോറി തന്നെയാണ്. വാല്യുവേഷൻ കുറച്ച് ഹയർ വാല്യൂലാണ്. കറക്ഷൻ വരുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. നമുക്ക് തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. ഒരു ഫൈനൽ വേർഡ് എന്താണ്? കാരണം RBI പോളിസി ഏറെ നാളായി കാത്തിരിക്കുന്നു. അത് വന്നു. മറ്റു പല ഡാറ്റകളും പുറത്തു വന്നു. ക്രൂഡിന്റെ വില താഴ്ന്നു നിൽക്കുന്നു, സ്വർണ്ണവില കുറയുന്നു, നമ്മുടെ പൊതുവെയുള്ള ധനക്കമ്മികളെല്ലാം കുറഞ്ഞു വരുന്നു, വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ശക്തമായി വാങ്ങുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഒരു വലിയ റാലി താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. സനൽ പറഞ്ഞ ന്യൂസുകളെല്ലാം തന്നെ മാർക്കറ്റിൽ ഡിസ്കൗണ്ട് ചെയ്തു കഴിഞ്ഞു. കാരണം ഈ ന്യൂസുകളൊക്കെ പുറത്തു വരും, മീഡിയ ഇതിനെ ക്രിയേറ്റ് ചെയ്യും, മാർക്കറ്റിൽ പുതിയ ഹൈ 6300, 800 വരാനുള്ള പോസിബിലിറ്റീസ് അനലിസ്റ്റുകളൊക്കെ വിലയിരുത്തും. അതുകൊണ്ട് ഇപ്പോഴത്തെ രീതിയിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു കോഷ്യസ് അപ്രോച്ചാണ് നല്ലത്. ഈ ഒരു ലെവലിൽ നിന്നും മാർക്കറ്റ് വീണ്ടും പോസിറ്റീവ് ഡാറ്റകൾ വരികയാണെങ്കിൽ 6080 വരെ പോകാനുള്ള സ്ട്രെങ്തേ മാർക്കറ്റിനുള്ളൂ. പക്ഷേ ഈ ലെവലിന് മുകളിലൊക്കെ തന്നെ ഇനിയുള്ള ഫ്രഷ് ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ തന്നെ റിസ്കിയാണ്. ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു കോഷ്യസ് അപ്രോച്ച് സ്റ്റോക്ക് മാർക്കറ്റിൽ എടുക്കേണ്ട സമയമാണ് വരുന്നത്. ഡൗൺ സൈഡ് ആണെങ്കിൽ ഏത് ലെവൽ വരെ? 5850. നമ്മൾ ഈ ആഴ്ച തന്നെ ബിസിനസ് ന്യൂസിൽ നമ്മൾ പറഞ്ഞത് 850 ലെവലിൽ ഒരു ഷോർട്ട് അഡ്വൈസബിൾ അല്ല, 850 ലെവലിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണെന്ന് പറഞ്ഞു. എനിക്കൊന്ന് അതിനുശേഷം തന്നെ 5% അടുത്ത് റിട്ടേൺ നൽകി. അപ്പോൾ 850 ആണ് അടുത്തൊരു ഇമ്മീഡിയറ്റ് സ്ട്രോങ് സപ്പോർട്ട് സോൺ ആയിട്ട് ഹോൾഡ് ചെയ്യുന്നത്. നന്ദി ശ്രീ ഭുവനേന്ദ്രൻ. മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായ ഡാറ്റകളുടെ ഒരു നിര തന്നെ വന്നു കഴിഞ്ഞു. പോളിസി തരക്കേടില്ല, അല്ലെങ്കിൽ വിപണിക്ക് അത്ര മികച്ചതല്ലായിരുന്നുവെങ്കിൽ പോലും അത് അപകടമുണ്ടാക്കിയില്ല. ഒപ്പം തന്നെ വന്ന കോർപ്പറേറ്റ് ഏർണിംഗ്സിൽ ഇൻഫോസിസ് ഒഴിച്ച് വന്ന പ്രവർത്തന ഫലങ്ങളെല്ലാം തന്നെ ഈ കഴിഞ്ഞ ആഴ്ച വന്ന കോട്ടക് മഹീന്ദ്ര ബാങ്ക്, സിൻഡിക്കേറ്റ് ബാങ്ക് തുടങ്ങിയവയെല്ലാം തന്നെ, ഭാരതി എയർടെൽ ഒഴിച്ചാൽ ബാക്കിയെല്ലാം തന്നെ വളരെ നല്ല രീതിയിലാണ് വന്നത്. ഇതെല്ലാം കൂടി പരിഗണിക്കുമ്പോൾ നേരത്തെ ഭുവനേന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴത്തെ റേഞ്ച് ഏകദേശം അത് ഡിസ്കൗണ്ടഡ് ആണ്. ഇപ്പോഴത്തെ ലെവലുകളിൽ നിന്നും വലിയ മുന്നേറ്റമോ വലിയ തകർച്ചയോ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഒരു കൺസോൾട്ടേഷൻ പാതയിൽ നീങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത്. അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.